നമസ്കാരം, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മൂന്നാമൂട് ജംഗ്ഷൻ സമീപമാണ്. മൂന്നാമൂട് ജംഗ്ഷനിൽ നിന്നും 200 മീറ്റർ മാത്രം മാറി നമുക്കൊരു 4.5 സെന്റിലായിട്ട് 2100 സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള ഒരു ബ്രാൻഡ് ന്യൂ വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് 2 വണ്ടി വളരെ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ലൊരു പാർക്കിംഗ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഏകദേശം SUV ടൈപ്പ് വണ്ടികൾ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അവിടെയും ഒരു SUV ടൈപ്പ് തന്നെ ചെയ്യാൻ പറ്റുന്ന 2 വണ്ടി ഈസി ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ലൊരു മുറ്റ ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ സിറ്റ് ഔട്ട് ഏരിയ ഒരു ഓപ്പൺ ടൈപ്പ് സിറ്റ് ഔട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെയിൽ പാറ്റേണോട് കൂടിയിട്ടുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ സിറ്റ് ഔട്ട് കയറുമ്പോൾ തന്നെ കണ്ണിന് കുളിർമ തരുന്ന ഇന്നത്തെ മനോഹരമായ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം വുഡ് പാറ്റേൺ ആണ് ഈ വീടിന്റെ കംപ്ലീറ്റ് ആയിട്ടും കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം തേക്കും തടിയിലുള്ള വാതിലും ജനലുകളും ഒക്കെ തന്നെയാണ് ഈ ഫ്രണ്ടിലേജിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ L ടൈപ്പിലാണ് ഒരു ഹോൾ ഏരിയ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ലിവിംഗ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം സെറ്റിയൊക്കെ ഇടാനായിട്ടുള്ള നല്ല വിശാലമായിട്ടുള്ള ഒരു ഹോൾ ഏരിയ. ഈ സൈഡിലേക്ക് നമുക്ക് TV യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ലൂവറിലും വുഡിനും ആയിട്ടൊക്കെയുള്ള ഇന്ത്യൻ ഡിസൈൻ്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും കൊടുക്കാത്ത കണ്ണിന് നല്ല കുളിർമ തരുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇതിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ പോയിട്ടുള്ളത്. ആ സൈഡിലും ഒരു വുഡൻ പാറ്റേൺ ആയി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ണിനൊക്കെ ഒരു ഡിസ്റ്റർബൻസ് തരുന്ന രീതിയിലുള്ള ലൈറ്റ്സ് അല്ല, നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇതിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ വന്നിരിക്കുന്നത്. ഈ സൈഡിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്കൊരു ഡൈനിങ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും നല്ല മനോഹരമായ രീതിയിലേക്കുള്ള ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ആ സൈഡിലൊക്കെ ലൂബറിലൊക്കെ നല്ല രീതിയിലേക്കുള്ള ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, ടോട്ടൽ 3 ബെഡ്റൂമാണ് ഈ വീട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ബെഡ്റൂം സൈസിന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം സൈസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസിന്റെ കാര്യത്തിലും നല്ല ധാരാളം സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി എക്സ്ട്രാ ഒരു ഫർണിഷിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് ഒരു 80% ഫർണിച്ചറും കൂടിയാണ് ഈ വീട്ടിലേക്ക് സെയിലിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കോസ്റ്റുകളൊന്നും നമുക്ക് വരുന്നില്ല. ബാത്റൂമിലേക്ക് കയറുമ്പോഴും ഒരു ബ്രാൻഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രീമിയം കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ബാത്റൂമിന്റെ ഇത് പോയിട്ടുള്ളത്. ഇതിൽ എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ള ബാത്റൂമിന്റെ ഒക്കെ സൈസ് ആണ് കേട്ടോ. എല്ലാ ബെഡ്റൂമിന്റെയും ബാത്റൂം ഏകദേശം ഭയങ്കരമായ വൈഡ് ആയിട്ടുള്ള ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം നല്ല ഒറിജിനൽ ഫിറ്റിംഗ്സ് തന്നെയാണ്. അതായത് കമ്പനി ബ്രാൻഡ് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഫിറ്റിംഗ്സുകളാണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. താഴത്തെ ഫ്ലോറിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് നമുക്കൊരു കോമൺ ബാത്റൂം എന്നുള്ള. അതും ഈ വീട്ടിലേക്ക് നല്ല രീതിയിലുള്ള സ്പേസിൽ മാക്സിമം അവർ നല്ല രീതിയിൽ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുള്ള ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കിച്ചന്റെ കാര്യത്തിൽ ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഏരിയ. സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിലൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല. നല്ല സ്റ്റോറേജ് സ്പേസുകൾ കൂടിയിട്ടുള്ള ഒരു കിച്ചൺ ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം നല്ല ബ്രാൻഡ് സാധനങ്ങൾ തന്നെയാണ് ഈ വീട്ടിൽ. ബ്രാൻഡിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇതിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഈ ബിൽഡേഴ്സ് വരുത്തിയിട്ടില്ല. നല്ല രീതിയിലേക്കുള്ള ഒരു ഫിനിഷിംഗ് പണി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്കായിട്ടാണ് ഇതിന്റെ വർക്ക് പോയിട്ടുള്ളത്. ഡിസൈനിന്റെ കാര്യമായാലും അതിന്റെ സ്പേഷ്യസിന്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. സ്റ്റോറേജ് സ്പേസുകൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ചിമ്മിനി എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെയും സ്റ്റോറേജ് സ്പേസുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോഴും സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെ എന്ന് പറയാൻ പറ്റും. നമുക്ക് കിച്ചൺ അതുപോലെ തന്നെ വർക്ക് ഏരിയയും സെപ്പറേറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നല്ല വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല രീതിയിലും ആ സൈഡിലേക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഇവിടെയും നമുക്ക് ഏകദേശം ഒരു മിക്സി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുമാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ ഡിസൈൻ പാറ്റേണും പോയിട്ടുള്ളത്. കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട്. അവിടെയും അത്യാവശ്യം നമുക്കൊരു ചെറിയ വർക്ക് ഏരിയയോ അല്ലെങ്കിൽ നനകല്ലെല്ലാം കെട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ ബിൽഡേഴ്സ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും തന്നെയാണ് അവരെല്ലാ സ്ഥലവും മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസിൽ കൊടുത്തിരിക്കുന്നത് വുഡൻ പാറ്റേൺ ആയിട്ടുള്ള ഒരു പുതിയ മോഡൽ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലേക്ക് ഹാൻഡിൽ കംപ്ലീറ്റ് മെറ്റലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ ലേശം ഒരു ഹോള്, ബാൽക്കണി, 2 ബെഡ്റൂം, അതുപോലെ യൂട്ടിലിറ്റി സ്പേസ് എന്ന രീതിയിലേക്കാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ പോയിട്ടുള്ളത്. മുകളിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് നല്ല വിശാലമായിട്ടൊരു ഹോൾ ഏരിയ എന്നുള്ളത് L ടൈപ്പ് ആയിട്ട് നമുക്ക് ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല വൈഡ് ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള ഒരു ഹോൾ ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴും അതും ബെഡ്റൂമിന്റെ സൈസിലൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ, അലമാരയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇനി നമുക്കൊരു എക്സ്ട്രാ കോസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഫർണിച്ചറിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് ആ ബാത്റൂമും കൊടുത്തിട്ടുള്ളത്. അതും
ഇവിടുത്തെ ബാത്റൂം ആയാലും വലിപ്പത്തിന്റെ കാര്യത്തിൽ താഴെ പറഞ്ഞതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമുകളാണ് ഈ ബെഡ്റൂമുകളിലെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂം കയറുമ്പോഴും സൈസിന്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും, നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ക്ലാസ് ആയിട്ടുള്ള രീതിയിലേക്കാണ് ഇന്ത്യയിൽ ഡിസൈൻ പോയിട്ടുള്ള കേട്ടോ. ഒരു പ്രീമിയം ടൈപ്പ് തോന്നിക്കുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഇന്ത്യയിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസിന്റെ കാര്യത്തിൽ ഇവിടെയും യാതൊരു പ്രോബ്ലം ഇല്ല. നല്ല ധാരാളം സ്റ്റോറേജ് സ്പേസ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചുമരാണെന്ന് ആദ്യം വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഇതൊരു കറക്റ്റ് ആയിട്ട് രണ്ട് സൈഡിലായിട്ടാണ് ഇതിന്റെ സ്റ്റോറേജ് സ്പേസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ഥലം അല്ലെങ്കിൽ ഇതിന്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് ഈ ബിൽഡേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എന്റെ പേഴ്സണലി എനിക്ക് തോന്നിയത്. ഇതിന്റെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ എപ്പോഴും പറയുന്നത് നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം ഏരിയ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്റെ വീഡിയോയിൽ ഒരുപാട് കമന്റ്സുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് എന്റെ കമന്റ്സുകളായാലും എന്റെ ലാംഗ്വേജസ് ആയാലും മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു വിഷമം വരുന്ന രീതിയിലേക്ക് ഒരിക്കലും എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടാവാൻ ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ബാൽക്കണി ഏരിയയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണി ഏരിയയിൽ കൊടുത്തിട്ടുള്ളൂ. ഇതിന്റെ ടൈൽ പാറ്റേൺ ആയാലും ഇതിന്റെ ഡിസൈൻ രീതികളായാലും ഒക്കെ തന്നെ നല്ല വ്യത്യസ്തമായ രീതിയിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ടെറസിലേക്ക് കയറി പോകാനുള്ള ഒരു സ്റ്റെയർ കേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വട്ടിയൂർക്കാവ് ജംഗ്ഷൻസ് ബേസ് ചെയ്തു അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് ബേസിലൊക്കെ വീട് നോക്കുന്നവർക്ക്, ഒരു ബ്രാൻഡ് ന്യൂ വീട് നോക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ബഡ്ജറ്റ് കുറഞ്ഞൊരു വീടായിട്ടാണ് ഈ വീട് നമുക്ക് ആ ഒരു കാറ്റഗറി പെടുത്താൻ പറ്റുന്ന രീതിക്ക് മെയിൻ റോഡിൽ നിന്ന് വട്ടിയൂർക്കാവ് നിന്ന് മൂന്നാമോട് പോകുന്ന വഴിക്ക് മെയിൻ റോഡിൽ നിന്ന് 200 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീട് വരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു 4.5 സെന്റ് സ്ഥലമാണ്, 2100 സ്ക്വയർ ഫീറ്റ് ആണ്, 3 ബെഡ്റൂമാണ്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 95 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കിടന്ന നമ്പറിൽ വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ട് വീഡിയോ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുന്ന വീഡിയോ ശ്രമിക്കുക. എല്ലാവർക്കും ബൈ ബൈ.